നമസ്തേ. സ്പോക്കൺ ഹിന്ദി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു ചെറിയ കഥയിലൂടെ ഹിന്ദി പഠിക്കാം. നമ്മൾ നേരത്തെയൊക്കെ മലയാള സെൻറ്റൻസ് ആദ്യം പറയും, എന്നിട്ട് അതിൻ്റെ ഹിന്ദി ട്രാൻസ്ലേഷൻ അല്ലായിരുന്നു. ഇന്ന് നമുക്ക് ഹിന്ദി സെൻറ്റൻസ് ആദ്യം ഞാൻ വായിക്കാം, എന്നിട്ട് അതിൻ്റെ അർത്ഥം മലയാളത്തിൽ പറയാം. ആദ്യം ടഫായിട്ടുള്ള വേർഡ്സുകളുടെ അർത്ഥം പറയാം, എന്നിട്ട് നമുക്ക് സെൻറ്റൻസ് വായിച്ചിട്ട് അർത്ഥം പറയാം. നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ കമൻസിലൂടെ അറിയിക്കണം. നമുക്ക് ഇടയ്ക്കിടയ്ക്കൊക്കെ ഇതുപോലെ ചെറിയ ചെറിയ കഥകളിലൂടെ പഠിക്കുകയും ചെയ്യാം. അല്ലാത്ത ടൈപ്പിലുള്ള വീഡിയോകളും ഇടയ്ക്കിടാം. ഓക്കെ, അപ്പം നമുക്ക് തുടങ്ങാം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന കഥയുടെ പേരാണ്, അതിൻ്റെ ടൈറ്റിലാണ് മൂർഖ് ബക്കരിയോങ്കി കഹാനി. മൂർഖ് ബക്കരിയോങ്കി കഹാനി. മൂർഖ് എന്ന് പറഞ്ഞാൽ വിഡ്ഢി എന്നുള്ള അർത്ഥമാണ്. ഇനി ബക്കരി എന്ന് പറഞ്ഞാൽ ആട്, അതിൻ്റെ പ്ലൂറൽ ബക്കരിയാം, ആടുകൾ. ഇവിടെ ബക്കരിയോങ്കി കഹാനി എന്ന് പറഞ്ഞാൽ ആടുകളുടെ കഥ. കഹാനി എന്ന് പറഞ്ഞാൽ കഥ. മൂർഖ് ബക്കരിയോങ്കി കഹാനി, വിഡ്ഢികളായ ആടുകളുടെ കഥ. ഇനി നമുക്ക് കഥയുടെ ആദ്യത്തെ സെൻറ്റൻസിൽ കുറച്ച് പുതിയ വേർഡ്സുകളുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം ആദ്യം പറഞ്ഞിട്ട് പിന്നെ ഞാൻ സെൻറ്റൻസ് വായിച്ചിട്ട് അതിൻ്റെ അർത്ഥം പറയാം. നമ്മൾ സാധാരണ കഥകൾ തുടങ്ങുന്ന ഒരിക്കൽ എന്ന് പറഞ്ഞാൽ അല്ലേ? അപ്പം ഏക് ബാർ എന്ന് പറഞ്ഞാൽ ഒരിക്കൽ എന്നുള്ള അർത്ഥമാണ്. ഏക് ബാർ, ഒരിക്കൽ. കാലി ബക്കരി, കറുത്ത നിറമുള്ള ആട്. കാലി ബക്കരി. ഭൂരി ബക്കരി, തവിട്ട് നിറത്തിലുള്ള ആട്. ഭൂരി ബക്കരി, തവിട്ട് നിറത്തിലുള്ള ആട്. സങ്കരേ പുൽ എന്ന് പറഞ്ഞാൽ ഇടുങ്ങിയ പാലം. ഇടുങ്ങിയ പാലം, സങ്കരേ പുൽ. പുൽ എന്ന് പറഞ്ഞാൽ പാലം, ബ്രിഡ്ജ് എന്നാണ് അർത്ഥം. ഇനി ബീച്ചോം ബീച്ച് എന്ന് പറഞ്ഞാൽ മധ്യത്തിൽ, നടുക്ക്. ബീച്ച് എന്ന് പറഞ്ഞാൽ നടുക്കുന്ന. ബീച്ചോം ബീച്ച് എന്ന് പറഞ്ഞാൽ ശരിയായ ഒത്ത നടുക്ക്, ബീച്ചോം ബീച്ച്. മിലി എന്ന് പറഞ്ഞാൽ കണ്ടുമുട്ടി. മിലി, കണ്ടുമുട്ടി. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ ആ ഫസ്റ്റ് സെൻറ്റൻസ് വായിക്കുമ്പോഴേ നിങ്ങൾക്ക് കഥ മനസ്സിലായി കഴിയും. നിങ്ങൾക്ക് തനിയെ വായിക്കാനും പറ്റും, അതിൻ്റെ അർത്ഥവും മനസ്സിലാകും. നമ്മളതിൽ മെയിൻ വാക്കുകളൊക്കെ പഠിച്ചു കഴിഞ്ഞു. ഏക് ബാർ ഏക് കാലി ബക്കരി ഔർ ഏക് ഭൂരി ബക്കരി സങ്കരേ പുൽ പർ ബീച്ചോം ബീച്ച് മിലി എന്ന് പറഞ്ഞാൽ ഒരിക്കൽ ഏക് കാലി ബക്കരി ഔർ ഏക് ഭൂരി ബക്കരി, ഒരു കറുത്ത നിറമുള്ള ആടും ഒരു തവിട്ട് നിറമുള്ള ആടും സങ്കരേ പുൽപ്പർ ബീച്ചോം ബീച്ച് മിലി എന്ന് പറഞ്ഞാൽ ഒരു ഇടുങ്ങിയ പാലത്തിൽ നടുക്ക് രണ്ടുപേരും കൂടെ കണ്ടുമുട്ടി. ഒരാൾ ഒരു സൈഡിൽ നിന്നും വന്നു, മറ്റേ മറ്റേ സൈഡിൽ നിന്നും വന്ന് നടുക്ക് രണ്ടുപേരും കൂടെ കൂട്ടിമുട്ടി എന്ന് പറഞ്ഞാൽ കണ്ടുമുട്ടി. ഏക് ബാർ ഏക് കാലി ബക്കരി ഔർ ഏക് ഭൂരി ബക്കരി സങ്കരേ പുൽപ്പർ ബീച്ചോം ബീച്ച് മിലി. ഇത് ക്ലിയറായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത സെൻറ്റൻസിലും ടഫായിട്ടുള്ള വേർഡിൻ്റെ മാത്രം ഞാൻ അർത്ഥം കൊടുക്കാം. ബാക്കിയുള്ളതൊക്കെ നോർമൽ വേർഡ്സൊക്കെ എല്ലാവർക്കും അറിയാവുന്നതല്ലേ. ഏക് ദൂസരേസെ. ഏക് ദൂസരേസെ എന്ന് പറഞ്ഞാൽ ഒരാൾ മറ്റൊരാളോട്, അതിനാണ് ഏക് ദൂസരേസെ എന്ന് പറയുന്നത്. പീച്ചെ ഹട്ടോ എന്ന് പറഞ്ഞാൽ പുറകോട്ട് മാറൂ. പീച്ചെ ഹട്ടോ, പുറകോട്ട് മാറൂ. ഹംല കർ ദിയ എന്ന് പറഞ്ഞാൽ ആക്രമിച്ചു. ഹംല കർന എന്ന് പറഞ്ഞാൽ ആക്രമിക്കുക. ഹംല കർ ദിയ എന്ന് പറഞ്ഞാൽ ആക്രമിച്ചു. ഇനി നമുക്ക് സെൻറ്റൻസ് വായിക്കാം. ദോനോ ഏക് ദൂസരേ സേ തും പീछे ഹട്ടോ കഹിക്കെ ഏക് ദൂസരേ പർ ഹംല കർ ദിയ. ദോനോ ഏക് ദൂസരേ സേ, രണ്ടുപേരും പരസ്പരം. തും പീछे ഹട്ടോ കഹിക്കെ. തും പീച്ചെ ഹട്ടോ എന്ന് പറഞ്ഞാൽ നീ പുറകോട്ട് പോ എന്ന് പറഞ്ഞ്, കഹിക്കെ പറഞ്ഞിട്ട്, ഏക് ദൂസരേ പർ ഒരാൾ മറ്റൊരാളുടെ മേൽ, ഹംല കർ ദിയ എന്ന് പറഞ്ഞാൽ ആക്രമിച്ചു. രണ്ടുപേരും പരസ്പരം നിങ്ങൾ നീ പുറകോട്ട് പോ എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും അങ്ങനെ പറഞ്ഞ് ആരും പുറകോട്ട് മാറാതെ പരസ്പരം ആക്രമിച്ചു. ഹംല കർ ദിയ. അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത സെൻറ്റൻസിൻ്റെ ടഫ് വേർഡ്സ് പറയാം. സന്തുലൻ ബിഗഡ എന്ന് പറഞ്ഞാൽ ബാലൻസ് പോയി. സന്തുലൻ എന്ന് പറഞ്ഞാൽ ബാലൻസ്, ബിഗഡ എന്ന് പറഞ്ഞാൽ അത് പോയി, ചീത്തയായി. ഇവിടെ അർത്ഥം ബാലൻസ് നഷ്ടപ്പെട്ടു എന്നാണ്. ബിഗഡ എന്ന് പറഞ്ഞാൽ നഷ്ടപ്പെട്ടു. ഡൂബ് ഗയി എന്ന് പറഞ്ഞാൽ മുങ്ങിപ്പോയി. ഡൂബിന എന്ന് പറഞ്ഞാൽ മുങ്ങുക.
ഡൂബ് ഗയി മുങ്ങിപ്പോയി. സെൻറ്റൻസ് നോക്കാം. മൂർഖ് ബക്കരിയോं का संतुलन बिगड़ा और वे നദി में गिरकर ഡൂബ് ഗയി. നിങ്ങൾക്കർത്ഥം ഞാൻ പറയുന്നതിന് മുമ്പേ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. മൂർഖ് ബക്കരിയോങ്ക വിഡ്ഢികളായ ആടുകളുടെ സന്തുലൻ ബിഗട അവരുടെ ബാലൻസ് തെറ്റി. ഔർ എന്നിട്ട് വേ നദീമേ അവർ നദിയിൽ ഗിർക്കർ ഡൂബ് ഗയി വീണ് മുങ്ങിപ്പോയി. നദീമേ എന്ന് പറഞ്ഞാൽ നദിയിൽ, ഗിർക്കർ എന്ന് പറഞ്ഞാൽ വീണിട്ട്, ഡൂബ് ഗയി നമ്മൾ പറഞ്ഞു മുങ്ങിപ്പോയി. മൂർഖ് ബക്കരിയോങ്ക സന്തുലൻ ബിഗട ഔർ വേ നദീമേ ഗിർക്കർ ഡൂബ് ഗയി എന്ന് പറഞ്ഞാൽ വിഡ്ഢികളായ ആടുകളുടെ ബാലൻസ് തെറ്റി നദിയിൽ വീണ് മുങ്ങിപ്പോയി. ഇനി അടുത്ത സെൻറ്റൻസിൻ്റെ ടഫ് വേർഡ്സ് നോക്കാം. കുച്ച് ദേർ ബാദ് കുറച്ച് നേരം കഴിഞ്ഞ്. കുച്ച് ദേർ ബാദ് കുറച്ച് നേരം കഴിഞ്ഞ്. ഗുസർന കടന്നു പോകുക. ഗുസർന കടന്നു പോകുക, പാസ് ചെയ്യുക. ഇനി ഗുസരി എന്ന് പറഞ്ഞാൽ അതിൻ്റെ കഴിഞ്ഞ കാര്യം, കടന്നു പോയി എന്ന് പറയാൻ വേണ്ടിയാണ് ഗുസരി എന്ന് ഉപയോഗിക്കുന്നത്. നമുക്ക് സെൻറ്റൻസ് നോക്കാം. കുച്ച് ദേർ ബാദ് ദൂസരി ദോ ബക്കരിയാം ഭി പുൽസെ ഗുജരി. ഗുസരി ജായഡടി ഡോട്ട് വരുമ്പോൾ നമ്മൾ ഗുസരി എന്നാണ് പറയുന്നത്. കുച്ച് ദേർ ബാദ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ദൂസരി ദോ ബക്കരിയാം ഭി വേറെ 2 ആടുകൾ കൂടി പുൽസെ ഗുജരി ആ പാലത്തിൽ കൂടി കടന്നു വന്നു. കുറച്ച് നേരത്തിന് ശേഷം 2 ആടുകൾ കൂടി ആ പാലത്തിൽ കൂടി കടന്നു വന്നു. ഇനി അടുത്ത സെൻറ്റൻസിൻ്റെ ടഫ് വേർഡ് നോക്കാം. ചതുർ. ചതുർ എന്ന് പറഞ്ഞാൽ മിടുക്കൻ, നല്ല ബുദ്ധിയുള്ളവൻ. വേ ദോനോം കാഫി ചതുർ ഥി. വേ ദോനോം അവർ 2 പേരും, കാഫി എന്ന് പറഞ്ഞാൽ വളരെ, ചതുർത്ഥി എന്ന് പറഞ്ഞാൽ നല്ല മിടുക്കന്മാരായിരുന്നു അല്ലെങ്കിൽ ബുദ്ധിശക്തി ഉള്ളവരായിരുന്നു. അടുത്ത സെൻറ്റൻസ്. ഉൻമേ സേ ഏക് നീച്ചെ ബൈഠ് ഗയി ഔർ ദൂസരി ഉസ്കെ ഊപ്പർ സേ ദൂസരി ഓർ സുരക്ഷിത് ചലി ഗയി. ഇത് നമുക്ക് കുറേശ്ശെയായിട്ട് മീനിങ് നോക്കാം. ഉൻമേ സേ ഏക് അതിൽ ഒരെണ്ണം, നീച്ചെ ബൈഠ് ഗയി താഴെ ഇരുന്നു, പാലത്തിൽ തന്നെ താഴെ ഇരുന്നു. ഉൻമേ സേ ഏക് നീച്ചെ ബൈഠ് ഗയി അതിൽ ഒരെണ്ണം താഴെ ഇരുന്നു. ഔർ ദൂസരി ഉസ്കെ ഊപ്പർ സേ, ദൂസരി എന്ന് പറഞ്ഞാൽ മറ്റേത്, ഉസ്കെ ഊപ്പർ സേ അതിൻ്റെ മേളിൽ കൂടെ, ദൂസരി ഓർ മറ്റേ സൈഡിലോട്ട്, ദൂസരി ഓർ സുരക്ഷിത് ചലി ഗയി സുരക്ഷിതമായിട്ട് പോയി. ഒരെണ്ണം താഴെ ഇരുന്നു, അതിൻ്റെ മേളിൽ കൂടെ കവർ ചെയ്ത് മറ്റേ സൈഡിലോട്ട് പോയി. അർത്ഥം മനസ്സിലായല്ലോ അല്ലേ? ബുദ്ധിയുള്ള അല്ലെ നല്ല മിടുക്കന്മാരായ ആടുകളായതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ച് നിൽക്കാതെ ഒരാളതിൽ താഴെ ഇരുന്നു, ബ്രിഡ്ജിൻ്റെ നടുക്ക് വന്നപ്പോൾ ഒരാൾ താഴെ ഇരുന്നു, മറ്റേയാൾ അതിൻ്റെ മേളിൽ കൂടെ അപ്പുറത്തെ സൈഡിലോട്ട് പോയി അങ്ങ് പോയി. അപ്പോൾ മറ്റേയാൾക്കും പിന്നെ എഴുന്നേറ്റ് പോകാമല്ലോ. ഇനി ഇതിൻ്റെ മോറൽ എന്തുവാണെന്ന് പറഞ്ഞാൽ ഗുണപാഠം, അതാണ് ശിക്ഷ. നമ്മളതിൽ നിന്ന് മനസ്സിലാക്കുന്നു. ക്രോധ് സേ ഹാനി ഔർ ശാന്ത് ദിമാഗ് സേ സഫലത മിൽത്തി ഹേ അല്ലെങ്കിൽ പ്രാപ്ത് ഹോത്തി ഹേ. ക്രോധ് സേ ഹാനി, ക്രോധം എന്ന് പറഞ്ഞാൽ ദേഷ്യം, ദേഷ്യത്തിൽ നിന്ന് ഹാനി എന്ന് പറഞ്ഞാൽ എന്തുവാ, നമുക്ക് നഷ്ടമേ ഉണ്ടാകത്തുള്ളൂ എന്ന് പറയുക. ക്രോധ് സേ ഹാനി ഔർ ശാന്ത് ദിമാഗ് സേ, അതായത് നമ്മൾ വളരെ സ്വസ്ഥതയോടെ ആലോചിക്കുകയാണെങ്കിൽ, ശാന്തമായിട്ട് ആലോചിക്കുകയാണെങ്കിൽ സഫലത മിൽത്തി ഹേ അതുകൊണ്ട് നമുക്ക് പ്രയോജനമുണ്ടാകും. അല്ലെങ്കിൽ പ്രാപ്ത് ഹോത്തി ഹേ എന്ന് പറഞ്ഞാൽ കിട്ടുന്ന സഫലത, പ്രാപ്ത് ഹോത്തി ഹേ എന്നും പറയാം, സഫലത മിൽത്തി ഹേ എന്നും പറയാം. രണ്ടിൻ്റെ അർത്ഥം കിട്ടുക എന്നുള്ളത്. ഇനി ഞാൻ ഫുള്ളായിട്ടൊന്ന് വായിക്കാം. ഏക് ബാർ ഏക് കാലി ബക്കരി ഔർ ഭൂരി ബക്കരി സങ്കൽ പുൽക്കെ ബീച്ചോം ബീച്ച് മിലി. അറിയാമല്ലോ ഇപ്പോൾ അർത്ഥം. ഒരു നാൾ അല്ലെങ്കിൽ ഒരിക്കൽ ഒരു കറുത്ത ആടും പിന്നെ തവിട്ട് നിറത്തിലുള്ള ആടും ഒരു ചെറിയ ഇടുങ്ങിയ പാലത്തിൻ്റെ നടുക്ക് പരസ്പരം കണ്ടുമുട്ടി. ദോനോ ഏക് ദൂസരെ സേ തും പീछे ഹട്ടോ കഹ്കെ ഏക് ദൂസരെ പർ ഹംല കർ ദിയ. 2 പേരും പരസ്പരം നീ പുറകോട്ട് പോ എന്ന് പറഞ്ഞ്
പരസ്പരം ആക്രമിച്ചു. ഏക് ദൂസരെ പർ എന്ന് പറഞ്ഞാൽ ഒരാൾ മറ്റൊരാളുടെ മേൽ ആക്രമിച്ചു, പരസ്പരം ആക്രമിച്ചു. മൂർഖ് ബക്കരിയോം കാ സന്തുലൻ ബിഗട ഔർ വേ നദി മേ ഗിർക്കർ ഡൂബ് ഗയി. ഈ വിഡ്ഢികളായ ആടുകളുടെ അവരുടെ ബാലൻസ് പോയിട്ട് നദിയിൽ വീണ് മുങ്ങിപ്പോയി. കുച്ച് ദേർ ബാദ് ദോ ബക്കരിയാം ബി പുൽസെ ഗുജരി. കുറച്ച് നേരം കഴിഞ്ഞപ്പം വേറെ 2 ആടുകളും കൂടെ ആ പാലത്തിൽ കൂടെ കടന്നു വന്നു. വേ ദോനോം കാഫി ചതുർത്ഥി. അവർ രണ്ടുപേരും നല്ല മിടുക്കന്മാരായിരുന്നു. ഉന്മേ സെ ഏക് നീച്ചെ ബൈഠ് ഗയി. അതിലൊരാൾ താഴെയിരുന്നു. ഔർ ദൂസരി ഉസ്കെ ഊപ്പർ സെ സുരക്ഷിത് ദൂസരി ഓർ ചലി ഗയി. രണ്ടാമത്തെ ആട് ആദ്യത്തതിൻ്റെ മേളിൽ കൂടെ സുരക്ഷിതമായിട്ട് മറ്റേ സൈഡിലോട്ട് പോയി. ശിക്ഷ എന്ന് പറഞ്ഞാൽ മോറൽ. ക്രോധ് സെ ഹാനി എന്ന് പറഞ്ഞാൽ ദേഷ്യം കൊണ്ട് നമുക്ക് നാശവും. ശാന്ത് ദിമാഗ് സെ സമാധാനമായിട്ട് നമ്മൾ ആലോചിച്ച് ചെയ്യുമ്പോൾ, ശാന്ത് ദിമാഗ് സെ എന്ന് പറഞ്ഞാൽ ടെൻഷൻ പിടിക്കാതെയുള്ള അവസ്ഥയിൽ സഫലത പ്രാപ്ത് ഹോത്തി ഹേ, നമുക്ക് വിജയം ഉണ്ടാക്കാൻ സാധിക്കുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ സ്റ്റോറി. ഇത് വളരെ ചെറിയൊരു സ്റ്റോറിയാണ്. ഞാനൊന്ന് ഈ രീതിയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ എന്നറിയാൻ വേണ്ടി ഇട്ടതാണ്. നിങ്ങൾ കേട്ടിട്ട് ഈ മെത്തേഡിലുള്ള സ്റ്റോറി ടെല്ലിങ് താല്പര്യമുണ്ട്, ഈ രീതിയിൽ ഹിന്ദി പഠിക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ അത് അറിയിക്കണം. ഞാൻ ഇടയ്ക്കൊക്കെ ഇതുപോലത്തെ സ്റ്റോറികളും ഇടാം. പിന്നെ നമ്മൾ നേരത്തെ ചെയ്തുകൊണ്ടിരുന്നുള്ള രീതിയിലുള്ളതും ഇടാം. ഓക്കെ, അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, അതുപോലെ കമൻറ്റ് ചെയ്യണം. ഹിന്ദി പഠിക്കുന്ന കുട്ടികൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. അതുപോലെ ഹിന്ദി സംസാരിക്കാൻ താല്പര്യമുള്ള ഏത് ഏജുകാർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം. അടുത്ത വീഡിയോയുമായിട്ട് വേഗം തന്നെ വരുന്നതായിരിക്കും. താങ്ക്